ഉമ്മൻചാണ്ടിയുടെ പോലീസ്, കരുണാകരൻ്റെ പോലീസ്, പിണറായിയുടെ പോലീസ്, നയന ഇത്തരം ക്ലാസിഫിക്കേഷൻ ഒന്നും പോലീസിനില്ല. അവർക്ക് അവരുടെ സൗകര്യം എങ്ങനെയാണോ അത് ഭരണകൂടമായിട്ട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ ചെയ്യും. ഈ പാവം രവതാ ചന്ദ്രശേഖരൻ തലേദിവസമാണോ ഒന്ന് ചാർജ് എടുക്കുന്നത്. രാത്രി 10 മണി കഴിഞ്ഞാൽ പറ്റാ. കൂത്തുപറമ്പ് വെടിവെയ്പ്പ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നോ? ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു. എം വി രാഘവൻ മറ്റുള്ള CPM നേതാക്കളെക്കാൾ ഈഗോ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ വലിയ പുള്ളി, എന്നെ തടയാൻ ആരുണ്ട്? രവതാ ചന്ദ്രശേഖരന്റെ ഈ ഒരു DGP നിയമനത്തിലൂടെ CPM നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായിരിക്കും? പിണറായി വിജയൻ അടുത്ത കാലത്ത് എടുത്ത തീരുമാനങ്ങൾ ഏറ്റവും നല്ലത്. രാജ്മോഹൻ സാറേ, നമസ്കാരമുണ്ട്. നമസ്കാരം. ഇന്നലെ തുടങ്ങി പുഷ്പനെ അറിയാമോ എന്നുള്ള ഒരു പാട്ട് മാറിയിട്ട് രവടെ അറിയാമോ എന്നൊക്കെയാണ് അബിൻ വർക്കിയൊക്കെ പാടിയിരിക്കുന്നത്. അതൊക്കെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് അത് കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വയാശ്ര കോളേജുകൾക്കെതിരെ DYFI നടത്തിയ സമരം, അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കൂത്തുപറമ്പിൽ വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രവതാ ചന്ദ്രശേഖർ പുതിയ DGP ആയിട്ട് സ്ഥാനമേറ്റു. ഇന്നലെ അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അപ്പോൾ അദ്ദേഹം ഈ കൂത്തുപറമ്പ് വെടിപ്പ് സമയത്ത് അദ്ദേഹത്തിന് അവിടെ കൂത്തുപറമ്പിൽ ചുമതലയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ ഒരു വളരെ വലിയൊരു വിവാദമായിട്ട് കത്തിവരികയാണ്. പോലീസ് ഓഫീസർമാർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണവർഗം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ടി വരിക സ്വാഭാവികമാണ് പോലീസിനെ സംബന്ധിച്ചിട്ട്. അത് ഏത് കക്ഷി ഏത് സമയത്ത് ഭരിച്ചാലും ആ സമയത്ത് ഭരിക്കുന്നതാരാണോ അവർ പറയുന്നത് അനുസരിക്കാതിരിക്കാനായിട്ട് പോലീസിന് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പോലീസ്, പിണറായിയുടെ പോലീസ്, കരുണാകരന്റെ പോലീസ്, നയനാരുടെ പോലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ കൂത്തുപറമ്പിലെ വെടിവെപ്പും അതോടൊപ്പം തന്നെ രവതാ ചന്ദ്രശേഖരന്റെ DGP നിയമനവുമായി ബന്ധപ്പെട്ട്? ആദ്യം താങ്കൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തുടങ്ങാം. ഉമ്മൻചാണ്ടിയുടെ പോലീസ്, കരുണാകരൻ്റെ പോലീസ്, പിണറായിയുടെ പോലീസ്, നയന ഇത്തരം ക്ലാസിഫിക്കേഷൻ ഒന്നും പോലീസിനില്ല. അവർക്ക് അവരുടെ സൗകര്യം എങ്ങനെയാണോ അത് ഭരണകൂടമായിട്ട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ ചെയ്യും. വളരെ ചുരുക്കം രംഗത്ത് മാത്രമേ ഭരണകൂടം ഫോഴ്സ് ചെയ്യുള്ളൂ, അടിക്കാൻ പറയും. വളരെ ചുരുക്കം രംഗത്ത്. കൂത്തുപറമ്പിൽ സംഭവിച്ചത് എം വി രാഘവൻ മറ്റുള്ള CPM നേതാക്കളെക്കാൾ ഈഗോ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ വലിയ പുള്ളി, എന്നെ തടയാൻ ആരുണ്ട്? ആ ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത്. പക്ഷെ അവിടെ ഈ പാവം രവതാ ചന്ദ്രശേഖരൻ തലേദിവസമാണോ ഒന്ന് ചാർജ് എടുക്കുന്നത്. രാത്രി 10 മണി കഴിഞ്ഞാൽ പറ്റാ. അവിടെ കണ്ണൂരിൻ്റെ തെക്കേതാ വടക്കേതാ കണ്ണൂർ ഏതാ അടിക്കാൻ വരുന്ന ആരാന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പാവം. യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പോലീസിനിട്ട് ഏറ് കിട്ടി. അവസാനം രാഘവൻ രക്ഷപ്പെടുകയും ചെയ്ത് ഏറ് മുഴുവൻ പോലീസിനിട്ടായി. 10,000-2,000 പേരുടെ ഏറാണ്. ഒത്തിരി പേരുടെ കാലും മുട്ടും എല്ലാം പോയി, ആശുപത്രിയിൽ പോലും പോകാത്ത അവസ്ഥ. പിന്നെ തിരിച്ചടിക്കുകയല്ലാതെ മാർഗ്ഗമില്ലായിരുന്നു. ലാസ്റ്റ് റിസോർട്ടായിട്ട് പിടിവെച്ചു. അതിനാരും ഓർഡർ കൊടുത്തെന്ന് പോലും ആർക്കും അറിയത്തില്ല. പിന്നെ ഓർഡർ എഴുതി ഉണ്ടാക്കിയിരിക്കാം നിയമത്തിന് വിധേയം കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെയാണ് കൂത്തുപറമ്പ് ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ പറ്റിയ കുഴപ്പം, ഈ വെടിവെപ്പ് രക്തസാക്ഷി ദിനമായിട്ട് ആചരിച്ച് ഇവരെ മാക്സിമം രക്തസാക്ഷികൾ എന്നുള്ളതിലെ വിറ്റ്, പുഷ്പനെ ജീവിച്ചിരിക്കുന്ന പുഷ്പനെ വിറ്റ്, മരിച്ചവരെയും വിറ്റു. ഒരേ മാർക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കൂത്തുപറമ്പിന് ഇത്ര പ്രാധാന്യം ഉണ്ടായത്. ഇപ്പോൾ TP ചന്ദ്രശേഖരന് ചുറ്റും ഇതുപോലൊരു പോലീസ് സംവിധാനമുണ്ട്. ചന്ദ്രശേഖരൻ പറഞ്ഞാൽ കേൾക്കുന്ന പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പോലീസാണെങ്കിൽ അവരും ഇതുപോലെ ആക്ട് ചെയ്തിരുന്നെങ്കിൽ അവിടെയും രക്തസാക്ഷികൾ ഉണ്ടാകുമായിരുന്നു. അല്ല, പോലീസ് സംരക്ഷണത്തോടുകൂടിയൊക്കെയാണ് TP ചന്ദ്രശേഖരൻ. പക്ഷേ TP ചന്ദ്രശേഖരൻ ഒരു അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. ജനങ്ങളുടെ നേതാവായിരുന്നു. അധികാരമുള്ളവനും എന്നായാലും കുഴപ്പമില്ലെന്നാണ് അധികാരം. എനിക്ക് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട വിഷയം, പോലീസ് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇൻസിഡന്റുകൾ. മനഃപൂർവ്വം പോലീസ് സേന കാട്ടിക്കൂട്ടുന്ന അഭിപ്രായങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് അവൻ എത്ര കൊള്ളരുതാത്തവനായിക്കൊള്ളട്ടെ, ഇപ്പോൾ നമ്മൾ ഈ MV രാഘവന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അന്ന് അവിടെ വെടിവെപ്പ് ഉണ്ടായത് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്തും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഈ MV രാഘവന്റെ മരണാഞ്ജലിയൊക്കെ നടത്തുന്ന ആളുകളാണ്. അവർ ഓരോ വർഷവും ഓർമ്മ പുതുക്കലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ CPM എന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള MV നികേഷ് കുമാർ ഇന്ന് CPMന്റെ മീഡിയ സെല്ലിന്റെ ഏറ്റവും വലിയ കൊമ്പത്തെ ആളാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ പോലീസിനോ നയനാരുടെ പോലീസിനോ പിണറായിയുടെ പോലീസ് കരുണാകരന്റെ പോലീസിനോ ഇല്ല. പോലീസിന് ഇതെല്ലാം സഹിച്ചേ പറ്റും. സ്വാഭാവികമായിട്ടും അന്ന് അദ്ദേഹം ഒരു മന്ത്രി, MV രാഘവൻ ഒരു മന്ത്രിയായിരുന്നു. ആ മന്ത്രിയുടെ ജീവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തമാണ്. അവിടെ ആ മന്ത്രിയുടെ ദേഹത്ത് ഒരു കല്ല് കൊണ്ടിരുന്നെങ്കിൽ, ആ മന്ത്രിക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാവുമായിരുന്നു? ഉമ്മൻചാണ്ടിക്ക് ഡേറ് കിട്ടില്ലേ? ഉമ്മൻചാണ്ടിക്ക് ഡേറ് കിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് ഈ കൂത്തുപറമ്പിൽ നടന്നിട്ടുള്ള ഈ ഒരു മീറ്റിംഗിൽ MV രാഘവൻ പങ്കെടുക്കുന്ന സമയത്ത് ആ സമയത്ത് K. സുധാകരനും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. MV രാഘവൻ ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചിരുന്നു എങ്കിൽ ഈ പോലീസുകാരനെ സമാധാനം പറയേണ്ടി വന്നേ. ഉറപ്പായിട്ടും ഇവരെ സസ്പെൻഡ് ചെയ്യോ ഡിസ്മിസ് ചെയ്യുകയൊക്കെ ചെയ്തേനെ. പക്ഷെ ഇവിടെ സംഭവിച്ചത് രവതാ ചന്ദ്രശേഖരന് വീണ്ടും പോസ്റ്റിംഗ് കിട്ടുമ്പോൾ, അല്ലെ ഒരു
എക്സോണറേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കപ്പെടുമ്പോൾ അന്ന് ഇതേ രീതിയിൽ രവതാ ചന്ദ്രശേഖരനേക്കാൾ ഒപ്പം നിന്ന് അങ്ങേരുടെ കൂടെ ഒപ്പം നിന്ന് അങ്ങേരുടെ ഓർഡർ അനുസരിച്ച് 2 ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഒന്ന് ഹക്കിം ബത്തേരി DYSP ആയിരുന്നു, മറ്റേയാൾ TT ആൻ്റണി തഹസിൽദാർ RDO ആയിരുന്നു. അന്ന് RDO കൂടെ ആയിരുന്നു. അപ്പോൾ ഈ 3 പേരുമുണ്ട്. പക്ഷേ ഇവിടെ MV രാഘവൻ്റെ ഭാഗത്ത് കാണിച്ചൊരു പോക്കൃത്തരം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഭയങ്കര ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഡൈവേർട്ട് ചെയ്ത് പോകും. ഒന്നുകിൽ ആ റൂട്ട് ഡൈവേർട്ട് ചെയ്ത് വേറെ വഴിക്ക് പോകും, അല്ലെങ്കിൽ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യും. MV രാഘവൻ പക്ഷേ ഒരു വാശിയുണ്ടായിരുന്നു, ധാർഷ്ട്യം ഉണ്ടായിരുന്നു. ഞാനിവിടെ പ്രസംഗിച്ചിട്ടേ പോകുള്ളൂ, ഞാൻ ജനിച്ചു വളർന്ന ജില്ലയാണ് ഇവിടെ എന്നെ തടയാൻ ആരുണ്ട്, എനിക്ക് കാണണം. പക്ഷേ MV രാഘവനും പോലീസും പ്രതീക്ഷിച്ചതിന് അപ്പുറം ജനം വന്നത്. കൂത്തുപറമ്പ് വെടിവെയ്പ്പ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു, പക്ഷെ പറ്റിയില്ല. കാരണം മന്ത്രിയുടെ ധാർഷ്ട്യം. പക്ഷെ ആ MV രാഘവന്റെ ഓർമ്മ പുതുക്കലും പരിപാടികളും ഒക്കെ ആയിട്ട് അവിടെയാണ് വഞ്ചന എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും MV രാഘവനെ ഓർമ്മ പുതുക്കലും വാശിക്ക് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മകൻ ഇന്ന് കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിംഗ് കൊടുത്തു. മകനെ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചതിനാൽ ചിലപ്പോൾ നാളെ മന്ത്രിയായനെ, അല്ലെ അടുത്ത ഇലക്ഷൻ മത്സരിച്ച് അടുത്ത വർഷം അധികാരത്തിൽ വന്നാൽ CPMന്റെ ഏറ്റവും വലിയ വക്താവും കൂടെയാണ് നികേഷ് കുമാർ. ആൾക്കാരെ വെറുപ്പിക്കാതെ സംസാരിക്കാൻ അറിയാവുന്ന ഒരു കല എങ്ങനെയുണ്ട്. ബാക്കി ചർച്ചയ്ക്ക് പോകുന്നവർ ആരെന്ത് പറഞ്ഞാലും നാട്ടുകാർ വെറുക്കുകയുള്ളൂ. നികേഷ് കുമാറിന് ഒത്തിരി കഴിവുകളുണ്ട്. പക്ഷെ ആ കഴിവ് അത് എങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും? നികേഷ് കുമാറിന് എങ്ങനെ ഈ ചേരാൻ പറ്റും? കാരണം അതിൽ എന്താ നടന്നിരിക്കുന്നത്, എന്തെല്ലാം പൊള്ളത്തരം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആർക്കറിയാം. ശരിക്കും പറഞ്ഞാൽ CPMൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് നമുക്ക് പറയാതിരിക്കാം. ഇപ്പൊ P ജയരാജനും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനും ഒക്കെ ഇതിനെതിരെ ഈ രവതാ ചന്ദ്രശേഖരന്റെ നിയമനത്തിനെതിരെ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. P ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ഇത് പാർട്ടിയും സർക്കാരും പരിശോധിക്കേണ്ട വിഷയമാണ്, രവതാ ചന്ദ്രശേഖരുടെ നിയമനം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. DGP നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്കെന്താണ്? DGP നിയമനത്തിൽ 2 കാര്യം പിണറായി വിജയന് ബുദ്ധിയായി. ഒന്ന്, താൻ ഉദ്ദേശിക്കുന്ന അജിത് കുമാറിനെ അതുപോലെ ബെഹ്റയെ പോലെ ഒരാളെ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അല്ല, MR അജിത് കുമാർ എന്ന് പറയുന്ന ആൾ മാത്രം മോശപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനൊന്നും അല്ല. ഉദ്യോഗസ്ഥരാരും ആയിക്കോട്ടെ. MR അജിത് കുമാർ ഈ വിശ്വസനീയത എന്ന് പറയുന്ന സാധനമുണ്ട്. DGP തുടങ്ങിയ പോസ്റ്റിലിരിക്കുന്ന ആള് പിണറായി വിജയന് മാത്രം വിശ്വസ്തനായാൽ പോരാ, പുറമേയെങ്കിലും മറ്റുള്ളവരുടെ കൂടെ വിശ്വസ്തനാണെന്ന് തോന്നുന്നു. അല്ലെങ്കിലോ തികച്ചും പക്ഷപാതപരമായ നിലപാടുകൾ എടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ എങ്ങനെ മറ്റുള്ളവർ അംഗീകരിക്കും? ഇവിടെ രവതാ ചന്ദ്രശേഖർ 3 പേരിൽ മെച്ചപ്പെട്ടെന്ന പിണറായി വിജയൻ്റെ ഒരു ഇതുണ്ട്. കമ്പാരിറ്റീവ്ലി ബെറ്റർ, മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു. പിന്നെയുള്ളത് യോഗേഷ് ഗുപ്തയാണ്. ഒരു കാരണവശാലും എടുക്കുക എന്ന് എല്ലാവർക്കും അറിയാം, കാരണങ്ങളും അറിയാം. പക്ഷേ രവതാ ചന്ദ്രശേഖരനെ കൊണ്ട് 2 ഗുണമുണ്ട്. കേന്ദ്രവുമായിട്ടുള്ള നല്ല റാപ്പോർട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ പിണറായി വിജയന് വേണ്ടത് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി, മറ്റ് രംഗങ്ങളിലെ പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കാൻ ആരുടെ സഹായം വേണം? കേന്ദ്രത്തിൻ്റെ സഹായം വേണം. ആ സഹായം ഏർപ്പാടാക്കാൻ പറ്റുന്ന ഒരാളാണ് ഇങ്ങനെ. സെൻകുമാറിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നൊക്കെ ആലോചിക്കുമ്പോൾ അതിൻ്റെ കഥകൾ കൃത്യമാവും. പക്ഷെ സെൻകുമാറിനെ വേണ്ട എന്ന് വെക്കുക ചെയ്ത പിണറായി വിജയൻ. അതിൻ്റെ ഒത്തിരി കാരണങ്ങളുണ്ട്. സെൻകുമാറിനെ ഒഴിവാക്കാനായിട്ട് നേരെ മോഡിയെ തന്നെ പോയി കാണുന്നതിന് ജോൺ ബ്രിട്ടാസും പിണറായിക്കും കൂടെ പോയി കാണുന്നതിന് മടിയുണ്ടായില്ല. സെൻകുമാറായിരുന്നു ഇന്ന് അതിലും വലിയ പ്രശ്നമായിരുന്നു. അല്ല, ഇപ്പൊ സെൻകുമാറല്ലേ അജിത് കുമാർ അത്ര മോശപ്പെട്ടൊരു ഉദ്യോഗസ്ഥനാണെന്നുള്ള അഭിപ്രായം ഒന്നും നമുക്കില്ല. കാരണം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം കൃത്യമായിട്ട് നിറവേറ്റിയിട്ടുണ്ട്. അത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങൾ ഉണ്ടാവില്ല എപ്പോഴും. അതിപ്പോ K കരുണാകരനെ സംബന്ധിച്ച് K കരുണാകരന് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ചില താല്പര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? രമൺ ശ്രീവാസ്തവ. അതാണ് ഞാൻ പറഞ്ഞേ. കാരണം ചില രാഷ്ട്രീയ ഭരണകൂടങ്ങൾക്ക് അവരുടേതായ ചില താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. കാരണം രവതാ ചന്ദ്രശേഖരന്റെ ഈ ഒരു DGP നിയമനത്തിലൂടെ CPM നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായിരിക്കും? രവതാ ചന്ദ്രശേഖരോട് ആസ് ഗുഡ് ആസ് ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞാൽ പിണറായി വിജയൻ അടുത്ത കാലത്ത് എടുത്ത തീരുമാനങ്ങൾ ഏറ്റവും നല്ല മുഖംമിനുക്കൽ തീരുമാനങ്ങളിൽ ഒന്നായിട്ട്. മുഖംമിനുക്കലിന് പോലും പറയണ്ട, പ്രായോഗിക രംഗത്ത് പോലും ആർക്കും ഉത്തരവാദിത്തം ഇല്ലാതെ എന്തും ചെയ്യാവുന്ന ഈ LKG പിള്ളേരുടെ ബാലസംഘംകാരൻ തല്ലുകൊള്ളുക. കോളേജിൽ പോയി യൂണിവേഴ്സിറ്റി പോയി ചാലക്കുടി പോയി തല്ലുകൊള്ളുന്ന കുറേ പോലീസുകാർ മാത്രമായി. പിണറായിയുടെ ആർക്കും തെറി പറയാവുന്ന തല്ലുകൊള്ളാവുന്ന പോലീസ് സംവിധാനമായി. അതിനൊരു മാറ്റം വരാൻ ഇപ്പോൾ പിണറായി പോലും ആഗ്രഹിക്കുന്നുണ്ട്. ആ സംവിധാനത്തിന് ഒരു മാറ്റം വരണം എന്ന് പിണറായി ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണെങ്കിൽ എല്ലാവരും ഇതിനെ സ്വാഗതം ചെയ്യണം. വി.ഡി. സതീശനൊന്നും മിണ്ടാൻ പറ്റിയില്ലല്ലോ, എതിർത്തൊരു വാക്ക് പറയാൻ പറ്റിയോ? പിന്നെയും പറഞ്ഞ പാർട്ടിക്കകത്ത് നിന്നാണ് പറഞ്ഞത്. അല്ല, നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനും കൂടെയാണ് രവതാ ചന്ദ്രശേഖരൻ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ആകെ ഈ ഒരു രാത്രി 11:15 വന്നിട്ട് ഉണ്ടാക്കി ഇതേ ഉള്ളൂ. അങ്ങനെ എന്നാ ചെയ്യാൻ പറ്റും? കണ്ണൂർ എന്നാന്ന് അറിയത്തില്ല. അങ്ങനെ ഏത് പാർട്ടിയെ വെടിവെച്ചെന്ന് പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പത്മകുമാർ സാറാണെന്ന് അവിടെ DSP ആയിട്ടുണ്ടായിരുന്നത്.
അപ്പൊ ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളൊന്നും അറിയാതെയാണ്, അല്ലെങ്കിൽ ഈ പോലീസ് യാഥാർത്ഥ്യങ്ങളൊന്നും അറിയാണ്ടാണ് ഈ പറയുന്ന ഹയറപ്സിന്റെ നമ്മുടെ ഓർഡർ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരൊക്കെ കിടന്ന് അല്ല, അതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറെ പോലീസുകാർ ഏറുകൊണ്ട് താഴെ വീണാനെ, ചത്തനെ, മുട്ടും കൈയും ഒക്കെ ഒടിഞ്ഞു, ഹോസ്പിറ്റലെല്ലാം അടപ്പിച്ചു. ഇവരെ ചികിത്സിക്കാൻ പോലും പിന്നെ ധർമ്മട പോലീസ് സ്റ്റേഷൻ്റെ അകത്താണ് ബാൻഡേജ് കെട്ടുമൊക്കെ കാണുന്നത്. പല പോലീസ് സ്റ്റേഷനും അടച്ചു. അത്രയ്ക്ക് ഭീകരമായ ആ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഭയങ്കര കലുഷിതമായിരുന്നു. കാരണം CPM-നെ സംബന്ധിച്ച് CPMSന്റെ ആ രക്തപതാക അങ്ങനെ ഉയർത്തി നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അന്ന് MV രാഘവൻ കടന്നു വന്നത്. ആ ഒരു ധാർഷ്ട്യത്തോടെ ഒരാള് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തൊക്കെ നേരിടാൻ ഇറങ്ങിയാൽ CPM-നെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വെറുതെ ഇരിക്കും. ആത്യന്തികമായിട്ട് ഇപ്പൊ TP ചന്ദ്രശേഖരനെ കൊന്നല്ല MV രാഘവൻ ജയിച്ചില്ലേ? സ്വാശ്രയ കോളേജ് CPM കാരൻ നടത്തുന്നില്ലേ? ഇപ്പൊ ആരാ ജയിച്ചത്? MV രാഘവൻ എന്തിനു വേണ്ടി നിന്നോ? അത് മുഴുവൻ ഇപ്പൊ നടത്തി കൊടുക്കുക. അതൊക്കെ നടത്തി കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ആരാ ജയിച്ചത്? MV രാഘവനല്ലേ ജയിച്ചത്? മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടാൻ, കേരള കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടാൻ ഏത് സമയത്തും പിണറായി വിജയൻ റെഡിയാണ്. അപ്പോഴും ആരാ ജയിക്കുന്നത്? മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടണം. അന്ന് മറ്റേ MV രാഘവൻ കൊണ്ടുവന്ന നയവതായിരുന്നല്ലോ മുസ്ലിം ലീഗ്. അപ്പൊ ആരാ ജയിച്ചതാരാ? അത് പക്ഷേ EK നായനാർ പോലെ MV രാഘവനെ പിന്തുണച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും അവസാനം പിന്തുണച്ചവരാ കേന്ദ്ര ഗവൺമെന്റിൽ വന്നപ്പോൾ പ്രമുഖ പത്രപ്രവർത്തനം പറഞ്ഞ് പിന്നോട്ട് വലിഞ്ഞതാണ്. MV രാഘവൻ എന്ന് വിളിക്കുമ്പോൾ ഇവർ ഏറ്റു നിൽക്കുമായിരുന്നാ പറഞ്ഞത്. ഇപ്പൊ ഇവിടുന്ന് കണ്ടുപിടുന്ന് വിളിച്ചാൽ തിരുവനന്തപുരത്ത് കോടിയേരി ബാലകൃഷ്ണൻ പിണറായി ഒക്കെ ഏറ്റു നിൽക്കുമായിരുന്നു. അത്രയ്ക്ക് ബഹുമാനമായിരുന്നു MV രാഘവന്. പിന്നെ ഇതെല്ലാം രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് പ്രായോഗികതയുടെ കലയാണ്. അത് അവിടെ ആരാരെ ചതിച്ചു എന്നുള്ളതിൽ പ്രശ്നമില്ല. ജയിക്കുന്നവന് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ നമുക്ക് അവസാനമായിട്ട് പറയാൻ പറ്റുന്ന റവദ ചന്ദ്രശേഖരയുടെ പിണറായിയുടെ പോലീസിന്റെ മുഖം മിനുങ്ങും. ഇനി ഒരിക്കൽ കൂടി കൂത്തുപറമ്പിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അതിന്റെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം.